എല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ ഇത്രയും ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ഇന്ന് 6 ഐറ്റം സാധനങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതും 6ഉം ഈസി ആൻഡ് പിൻട്രസ്റ്റി ഐറ്റംസ് ആണ്. ഇതിന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെന്നുണ്ടെങ്കിൽ 6ഉം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാരണം ഇനി ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ല എന്ന് പറയണ്ട. ഇതിനെന്തോ 45 അങ്ങനെ എന്തോ റേറ്റ് ആണ് ഇതിനുള്ളത്. അത് നമ്മുടെ ബുക്ക് സ്റ്റാളില് അങ്ങനെയൊക്കെ ചോദിച്ചാൽ കിട്ടും. പിന്നെ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും വാങ്ങുന്നത് ഉപകാരപ്പെടും. ഇത്രയായപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു പിടി കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫോട്ടോ ഹോൾഡർ ആണ് ഇത്. പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഏകദേശം എല്ലാ ക്രാഫ്റ്റ് ചാനലിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുണ്ടാക്കട്ടെ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഏത് അതന്നെ. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് ഒന്നും ഞാൻ പറഞ്ഞു തരണമെന്നില്ല, അത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇതിന്റെ ബാക്കിൽ നമ്മളൊരു സ്റ്റിക്ക് വെക്കും. ആ സ്റ്റിക്കാണ് നമ്മൾ ഇത് എങ്ങനെ വെക്കണം എന്നുള്ളത് തീരുമാനിക്കുക. അതുകൊണ്ട് അത് നേരെ വെക്കാൻ നോക്കുക. സംഭവം ഇത്രേ ഉള്ളൂ. 5 മിനിറ്റ് പോലും വേണ്ടതൊന്നും ഉണ്ടാക്കാൻ. നമുക്കിതൊന്ന് ക്യൂട്ടാക്കി എടുക്കണല്ലോ. അതുകൊണ്ട് നമ്മളൊരു പേസ്റ്റൽ കളർ പെയിന്റ് തന്നെ അടിക്കുന്നുണ്ട്. ഇനി ക്യൂട്ടൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് പെയിന്റ് അടിക്കണ്ട. ഈ ഐസ്ക്രീം സ്റ്റിക്ക് പെയിന്റ് അടിക്കാതെ നല്ല എസ്തെറ്റിക് അല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ വെക്കാലോ. ക്യൂട്ട് ഇഷ്ടമില്ലാത്തവരല്ല, പെയിന്റ് അടിക്കാൻ മടിയാന്നുള്ളവരും അടിക്കണ്ട. അത് അങ്ങനെ വിട്ടേക്ക്, ആരും ഒന്നും പറയും. അത്രേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇതിൽ വെക്കാൻ ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ എന്താ, നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു സ്റ്റിക്കർ എടുത്ത് പേപ്പറിൽ ഒട്ടിച്ചപ്പോ ഫോട്ടോനെക്കാളും അടിപൊളിയായൊരു സാധനം കിട്ടിയില്ലേ. നമ്മുടെ ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞു ഫോട്ടോ ഹോൾഡർ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എന്താന്ന് അറിയണ്ടേ, ഒരു ഫോൺ ഹോൾഡർ. ഇതും ഞാൻ പറയാണ് നമ്മുടെ 5 മിനിറ്റ് തന്നെ പരിപാടി. ഇതിൽ ചെറുതായിട്ടൊരു മണ്ടത്തിനൊക്കെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ എത്തുമ്പോ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് അടിയിൽ വെക്കാനുള്ള സാധനം. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ അത് മറന്നുപോയി. എന്താ മണ്ടത്തരം ചെയ്ത് ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ടാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പൊ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തത് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ളതാണ്. പക്ഷെ അതിലല്ല ചെയ്യേണ്ടത്. ഇപ്പൊ കാണുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചോടെന്ന് പറയുന്ന പോലെ ഞാൻ ഇതിന്റെ ഇടയിലൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കും. സബ്സ്ക്രൈബ് ചെയ്തവരെ കാണുന്നില്ല, എന്നിട്ടാ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവര്. എന്നാലും കിട്ടിയാലോ അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, ഗ്ലൂ തേക്കുമ്പോൾ ഒട്ടും പിശുക്കാൻ നിൽക്കരുത്. പിശുക്കിയാൽ നിങ്ങൾ ഇതിൽ എന്താണോ അല്ല, ഇതൊരു ഫോൺ ഹോൾഡർ ആണല്ലോ, അപ്പൊ ഫോണല്ലേ വെക്കുക. ആ ഫോണ് താഴെ കിടക്കും. പിന്നെ ഇതിനൊന്ന് ക്യൂട്ടാക്കാൻ പെയിന്റ് അടിച്ചെടുക്കണം. ഞാനിപ്പോ ഇതില് പിങ്കാ കാണിച്ചെങ്കിലും ഞാൻ പർപ്പിളാണ് അടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ പിങ്കിന് സങ്കടം വരണ്ടെന്ന് വിചാരിച്ച് അതുകൊണ്ട് കുറച്ച് ലവ് ഷേപ്പോട് വരച്ചു കൊടുത്തു. പിന്നെ എന്റെ കയ്യിൽ ആകെയുള്ള ഒരു ഫ്ലവർ ഇതാണ്. ഞാൻ എന്തുണ്ടാക്കിയാലും അതിൽ ഈ ഫ്ലവർ ഉണ്ടാവും. അങ്ങനെയല്ല, ഫ്ലവർ വേണ്ട സ്ഥലത്ത് ഈ ഫ്ലവർ ആയിരിക്കും. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം സെറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഐറ്റത്തിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഉണ്ടാക്കിയ ഈ 6 ഐറ്റത്തിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്താന്ന് ചോദിച്ചാ എനിക്കറിയില്ല. എന്താപ്പോ വെറുതെ അങ്ങ് ഇഷ്ടപ്പെടാനും പറ്റില്ല. അതുകൊണ്ട് എന്താ, ഞാനൊരു കാര്യം ഉറപ്പിച്ചു, ഇത് നിന്റെ മേശപ്പുറത്തുണ്ടാവും. ഇതിലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, കണ്ടാ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ കണ്ടുവാ. ഇതില് നമ്മൾ പെയിന്റ് ഒന്നും അടിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ചെടുക്കും. ആ സ്റ്റിക്കേഴ്സ് വന്നപ്പോ തന്നെ എന്ത് ക്യൂട്ടാലേ. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ട് എങ്ങനെ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളും ട്രൈ ചെയ്യും. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സാധനം സെറ്റായി. അപ്പൊ നമ്മുടെ നാലാമത്തെ ഐറ്റം എന്താ, എപ്പോഴും നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിനും ഉണ്ടാക്കണ്ടേ. എപ്പോഴും ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും, വെറുതെ ഇങ്ങനെ പേപ്പറൊക്കെ മുറിച്ചിട്ടിരുന്നു ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താല് പിന്നെ അത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനം വീട്ടുകാർക്കും ഉപകാരമാണ്, നമുക്കും ഉപകാരമാണ്. ഇപ്പൊ ഉണ്ടാക്കി വെച്ചതില്ലേ ഈ പേപ്പർ റോൾ, അത് കാണുന്ന പോലെ ഒന്നല്ല, നല്ല സ്ട്രോങ് ആ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇത് നമ്മൾ ചുമരിൽ ഒട്ടിച്ചു വെക്കുമ്പോ നാനോ ടാപ്പ് ഉപയോഗിക്കുന്നേക്കാളും നല്ലത്. അതങ്ങനെ പെട്ടെന്ന് ഇളകിപ്പോരില്ല. പക്ഷെ ഡബിൾ സൈഡ് ടൈപ്പ് ആണെങ്കിൽ വേഗം ഇളകിപ്പോരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളെ നാലാമത്തെ ഐറ്റം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 5th ഐറ്റം എന്ന് പറയുന്നത് ഒരു വാൾ ഡെക്കോർ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സംഭവം ഇതാണ്. അപ്പൊ നിങ്ങളതൊന്ന് കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ സംഭവം സെറ്റ്. ഇനി ലാസ്റ്റ് വൺ ഒരു ഫോട്ടോ ഹോൾഡർ ആണ്. ഫോട്ടോ ഹോൾഡർ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ 2 യൂസ് ചെയ്തു. എന്തൊക്കെയാതെന്നല്ലേ, ഒരു ട്രിങ്കർ ഡിഷും കൂടി ഇത് ചേർന്ന് വന്നു. അത് ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി അതായി വന്നതാ. നമ്മളുണ്ടാക്കിയ ഫോട്ടോ ഹോൾഡർ വെക്കാൻ ഒരു സാധനം ഉണ്ടാക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് ഞാനൊരു ഫോം ബോർഡ് യൂസ് ചെയ്തു. അങ്ങനെ ഞാൻ പോലും അറിയാതെ ഒരു ട്രിങ്കർ ഡിഷായി മാറിയത്.
ഇതിന്റെ ഇടയിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ ഗ്ലൂ ഗണ്ണില് ഗ്ലൂ കഴിഞ്ഞാൽ നമുക്ക് ഒരു പെൻസിൽ എന്തെങ്കിലും കയറ്റി വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഗ്ലൂ എടുക്കാം. എൻ്റെ കയ്യിൽ വേറെ ഗ്ലൂ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് വേറെ ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവർക്കാണ് ഞാൻ അത് പറയുന്നുള്ളൂ. എല്ലാം സെറ്റായി. അങ്ങനെ നമ്മള് ഒരു പാക്കറ്റ് ഐസ്ക്രീം സ്റ്റിക്ക് വന്ന് 6 ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഉണ്ടാക്കിയതൊക്കെ ഒരു വട്ടം കൂടി കണ്ടു വന്നാലോ. അപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം ക്യൂട്ടല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ അല്ലേ?